എന്നാൽ ബോൾ എറിഞ്ഞ ടീമുകൾ എതിർ ടീമുകളെ ടീമായിട്ട് കാണാൻ സാധിച്ചില്ല. ഓടുന്ന പട്ടി എറിയുന്നതായി അവർക്ക് തോന്നിയുള്ളൂ. SCPL T20 ദോഹയിൽ കഴിഞ്ഞ ദിവസം സമ്മർ ക്യാമ്പ് പ്രീമിയർ ലീഗിൽ ഏതോ ഒരു ടീം ജേതാക്കളായി. റൂൾസ് ആൻഡ് റെഗുലേഷൻസോ എങ്ങനെ കളിക്കണമെന്നോ അറിയാതെ കളിച്ച ടീമുകൾ എങ്ങനെ ജേതാക്കളായി എന്ന് ലൈറ്റസ് ഇപ്പോൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ടുട്ടു മഞ്ചിരുന്നു. ഹലോ ടുട്ടു, കേൾക്കാമോ? കേൾക്കാം. എന്താണ് ചോദിച്ചു? ഹലോ ടുട്ടു, എന്താണ് സംഭവിച്ചത്? ആരാണ് സംഘാടകർ? എങ്ങനെയാണ് ടീം ജയിച്ചത്? ഇത് പ്രീമിയർ ലീഗ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? ആക്ച്വലി ഇതിന്റെ പോലെ ഞങ്ങൾക്ക് മനസ്സിലാത്ത ഒരു സംഭവമാണ്. എന്താണ് നടന്നത് ഞങ്ങൾ വീഡിയോ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മുതൽ അവസാനം വരെ അത്യന്തം ആവശ്യകരമായ പ്രത്യേക നിമിഷങ്ങളാണ്. ആദ്യ ടീം എപ്പോഴാണ് ഗ്രൗണ്ടിലെത്തിയത് ഞങ്ങൾ തന്നെ അറിഞ്ഞിരുന്നില്ല. ടീമുകൾ ഒത്തു കളിച്ചെന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ പൊട്ടിക്കരഞ്ഞു. ഇതിന്റെ കാരണം ക്യാപ്റ്റനെ പുറത്താക്കി എന്നുള്ള നിർദ്ദേശമായിരുന്നു എന്ന് ക്യാപ്റ്റൻ പിന്നീടുള്ള വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനെതിരെ IDCC ശക്തമായ നടപടിക്ക് ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ക്യാമറമാൻ മിട്ടുവിനൊപ്പം ടുട്ടു ഇൻസ്കേപ്പിൽ നിന്നും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരസേന തിരച്ചിൽ നടത്തുന്നു. കൺപീലിയും തലമുടിയും കാണാനില്ല. കുട്ടികളുടെ വെള്ളത്തിച്ചേട്ടം. ഖത്തറിൽ ജലവിതരണം മുടങ്ങി. ആക്ഷൻ സോങ് ചെയ്ത കുട്ടികളെ നടുവിളക്കി. കുട്ടികൾ ആശുപത്രിയിൽ ലീഡർ മുങ്ങി. കുട്ടികൾ അടുക്കളയിൽ ആധിപത്യം സ്ഥാപിക്കുന്നു. അമ്മമാർ പ്രക്ഷോഭത്തിലേക്ക്. കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എബിച്ചേട്ടൻ സ്റ്റേജിൽ. ശ്വാസമേത് കുട്ടികൾക്ക് ശ്വാസമില്ലെങ്കിൽ കുട്ടികൾ ശീർഷാസനത്തിലേക്ക്. ഉറക്കം വരാത്ത കുട്ടികളെ മുറുക്കി ഡെനിക് സാറിന്റെ ചൈത്രയാത്ര തുടരുന്നു. ചുട്ടുപൊള്ളുന്ന പേരിൽ ആശ്വാസമായി പ്രിൻസ് ചേട്ടന്റെ ഇംഗ്ലീഷ് വര. ആകാംക്ഷയുടെ മുൻപിൽ നിർത്തിയ ലവ് ലെറ്റർ ക്ലാസ് വിവാദത്തിലേക്ക്. SCPL T20 ദോഹയിൽ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. അടുത്ത ബുള്ളറ്റിൻ അടുത്ത വർഷം ഇതേ മാസം ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.